2002 വോട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ പേരുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഈ QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുമ്പോൾ പുതിയൊരു പേജിലോട്ട് വരും. ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇതിനകത്ത് ഡിസ്ട്രിക്റ്റ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നിങ്ങളുടെ ജില്ല ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ കോട്ടയം ആയതുകൊണ്ട് കോട്ടയം തിരഞ്ഞെടുക്കുന്നു. തൊട്ടപ്പുറേ LAC എന്ന് എഴുതിയിരിക്കുന്നത് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരാണ്. നിയമസഭാ മണ്ഡലത്തിൻ്റെ 2002 നിങ്ങളുടെ ബന്ധുക്കളുടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ മേയർ ഏതാണോ അത് തിരഞ്ഞെടുക്കുക. ഞാൻ വാഴൂരായതുകൊണ്ട് വാഴൂർ തിരഞ്ഞെടുക്കുന്നു. ലോഡായി കഴിയുമ്പോൾ മുകളിലോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് അവിടെ പോളിംഗ് സ്റ്റേഷൻ്റെ നെയിമും നമ്പരും കൊടുത്തിട്ടുണ്ട്. അതായത് 2002 വോട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ ബന്ധുക്കൾ വോട്ട് ചെയ്തിരിക്കുന്ന എവിടെയാണോ ആ സ്കൂളിൻ്റെയോ അല്ലെ കോളേജിൻ്റെയോ ആ കെട്ടിടത്തിൻ്റെ പേരും അതിൻ്റെ നമ്പരും അവിടെ കൊടുത്തിരിക്കും. അതിൽ അവരെവിടെയാണ് വോട്ട് ചെയ്തതെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. ഞാനിപ്പോൾ ഉദാഹരണത്തിന് സെൻറ്റ് പോൾസ് HS വാഴൂർ എന്ന് പറയുന്ന സ്കൂളിലാണ് എൻ്റെ ബന്ധുക്കളൊക്കെ വോട്ട് ചെയ്തത് 2002. അപ്പോൾ സെൻറ്റ് പോൾസ് HS വാഴൂർ 60ാമത്തെ അതിൽ ഡൗൺലോഡ് എന്നുള്ളിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജ് നിങ്ങൾക്ക് ഓപ്പണായി വരും. ഇവിടെ കുറേ ലിസ്റ്റ് കാണിച്ചിരിക്കും. ഇതിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ പേര് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അല്ലെ സ്ക്രോൾ ചെയ്ത് അതിൻ്റെ വീട്ടുപേരും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഒരേ കെട്ടിടത്തിൽ തന്നെ പല ബൂത്തുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ബൂത്തുകൾ മാറി മാറി സെർച്ച് ചെയ്ത് നിങ്ങളുടെ ബന്ധുക്കളുടെ പേര് എവിടെയാണോ കിടക്കുന്നത് അത് നിങ്ങൾ കണ്ടെത്തുക. വീട്ടുപേരും ഒക്കെ വെച്ച് അല്ലെ അയൽവക്കത്തുള്ള വീട്ടുപേരും പേരും ഒക്കെ വെച്ച് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് AC കോഡ് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറാണ്. പാർട്ട് കോഡ് എന്ന് പറയുന്നത് പാവൻ നമ്പറാണ്. പീരിയഡ് ഇൻ പാർട്ട് എന്ന് പറയുന്നത് ക്രമ നമ്പറാണ്. ഈ 3 കാര്യങ്ങൾ ആ കോളത്തിൽ എഴുതാനുള്ളതാണ്. പിന്നെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, റിലേഷൻ ടൈപ്പ്, റിലേഷൻ ഫസ്റ്റ് നെയിം, റിലേഷൻ ലാസ്റ്റ് നെയിം, ID കാർഡ് നമ്പർ. ഇതാണ് 2002 വോട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ ID കാർഡ് നമ്പരും പേരും ബന്ധുവിൻ്റെ പേരും എല്ലാം കൊടുത്തിരിക്കുന്ന കോളം. അതിന് നേരെയുള്ള ഭാഗങ്ങൾ നമ്പറുകളൊക്കെയാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ ഇലക്ഷൻ ഓഫീസറുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് ഈ പേജിലോട്ട് വരും. ഇവിടെ നിങ്ങളുടെ ജില്ലയും നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരും അടിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഈ ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും നിങ്ങൾ കണ്ട് ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം.